ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് 3-4 പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണം വെക്കുന്നതിൻ്റെ ഇടയിൽ മക്കളിതാ വിളിച്ചു പറയുന്നുണ്ട്, എനിക്ക് മുല്ലമാല കെട്ടിത്തരണം. അവർ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. അടുക്കളയിൽ നിന്ന് ഓടി വന്നിട്ടാണ് മുല്ല കെട്ടലൊക്കെ കേട്ടോ. അതാണ് കയ്യിലൊക്കെ കരി കാണുന്നത്. പോകാൻ സമയമായി. അപ്പോൾ പിന്നെ അവർക്ക് മുല്ലമാല കിട്ടിയാലേ സമാധാനമുള്ളൂ. അവർ അനിയൻ്റെയും നാത്തൂൻ്റെയും അമ്മയുടെയും കൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും ഈ പണിക്കാരെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ, അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ പിന്നെ അവരുടെ കൂടെ മക്കളെ വിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. ഇതൊരു ന്യൂ ഫാഷനാണ് കേട്ടോ, പുതിയ ട്രെൻഡ്. ഞാൻ ഈ ഡ്രസ്സ് ഇടണ്ടെന്ന് കേട്ടോ പറഞ്ഞത്, പക്ഷേ അവർക്ക് ഈ ഡ്രസ്സ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവരെടുത്തിട്ടതാണ്. പിന്നെ ഞാൻ ഈ തിരക്കിന് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നതും. തിരിഞ്ഞേക്ക്, രണ്ടാളും തിരിഞ്ഞേക്ക്. മുല്ലപ്പൊക്കെ ചൂടി ഫുൾ പാവാടയൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും അമ്പലത്തിൽ പോയത്. ഇവിടെ ട്രൗസറൊക്കെ ഇട്ടിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. പിന്നെ ഏട്ടൻ മീനങ്ങാടി വരെ മക്കളെ കൊണ്ടുവിട്ടു കേട്ടോ. അവിടെ നിന്ന് അവർ കൂട്ടിക്കൊള്ളാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തിരക്ക് പിടിച്ചാൽ ഭയങ്കര ദേഷ്യം കേട്ടോ ഏട്ടന്. അപ്പോൾ പിന്നെ നമ്മളങ്ങോട്ട് ആ വഴിക്ക് പോകാത്തതാണ് നല്ലത്. എനിക്കും ദേഷ്യത്തിന് ഒരു കുറവുമില്ല, നല്ല ദേഷ്യത്തിൻ്റെ ഉസ്താദാണ് കേട്ടോ ഞാനും. പക്ഷേ ഏട്ടൻ അങ്ങനെ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടില്ല കേട്ടോ. പക്ഷെ ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടൂല, അങ്ങനെയാണ് ഏട്ടൻ്റെ സ്വഭാവം. പക്ഷേ എനിക്ക് എവിടെ നിന്നാണ് ദേഷ്യം വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ രാവിലെ 2 ട്രിപ്പ് ചോറ് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പം പാത്രമൊക്കെ തേച്ച് കഴുകാനുണ്ട്. അതിലെനിക്ക് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഞ്ഞിവെള്ളം അവർക്ക് കുടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ. അവർക്ക് കഞ്ഞിവെള്ളം വേണം. പിന്നെ ഏട്ടനും കഞ്ഞിയാണ് കുടിക്കാറ്. പക്ഷേ പണിക്കാർക്ക് ചോറും കറി ഉപ്പേരി ഒക്കെ തന്നെയാണ് വേണ്ടത് കേട്ടോ. അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞപ്പം പിന്നെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെച്ചു. പിന്നെ രാവിലെ കോഴീനെയൊക്കെ തുറന്ന് വിട്ടു. അപ്പോൾ കോഴീന് വാതിൽ തുറന്നിട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്പി ഒന്ന് കിടക്കുമ്പോഴേക്കും അടഞ്ഞു കൂട്ടും. അപ്പോൾ ഞാൻ എന്താക്കി, അതൊരു കയറിട്ട് കെട്ടി കൊടുത്തു. അപ്പോൾ പിന്നെ അത് താണു പോയില്ലല്ലോ. മിക്കവാറും പിന്നെ കോഴി മുട്ടയിടാൻ കയറുമ്പോൾ അതിലാട്ടോ മുട്ടയിടുക. അപ്പോൾ അതിൽ കയറുമ്പം ഈ കമ്പി അങ്ങ് താണു പോകും. പിന്നെ അത് വൈകുന്നേരം വരെ അവിടെ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ല എന്ന് വരും കേട്ടോ. ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും പോവുക. അപ്പോൾ കോഴി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, അത് വന്നോളും മുട്ടയിട്ടോളും പോയിക്കോളും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഇടയ്ക്ക് ഇതിലൊരു കോഴി ചത്തു പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെയല്ല, മെനിഞ്ഞാന്ന്. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ചത്തുപോയി. 2 കോഴികളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ എന്താണെന്നറിയില്ല. പുതിയ കോഴിയൊക്കെ അതിന് പുറത്തിറങ്ങാൻ അറിയില്ല. അപ്പോൾ പിന്നെ അതിനെ പിടിച്ച് പുറത്തിടാനേ രക്ഷയുള്ളൂ കേട്ടോ. അങ്ങനെ 2 എണ്ണേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിന് 2നും പുറത്തിറക്കി വിട്ടു. പിന്നെ എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ തന്നെ നല്ല മഴക്കാരൊക്കെ ഉണ്ട്. മിക്കവാറും ഉച്ചയാകുമ്പോഴേക്കും പെയ്യുന്ന തോന്നുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഉച്ചയ്ക്ക് പെയ്യുന്നുണ്ട്. അപ്പോൾ വേഗമൊക്കെ വിറകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്താൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വഴുക്കലാണ്. അപ്പോൾ പിന്നെ വേഗം അതൊക്കെ എടുത്ത് വെച്ച് അപ്പോഴേക്കും ഏട്ടൻ കാപ്പിത്തൈയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോകാൻ ഒരു കൊട്ടയിലാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മഴ ചാറ്റിയത്. പിന്നെ തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് കൂടാമെന്ന് വിചാരിച്ചു. കാപ്പിത്തൈ എടുത്തപ്പോഴേക്കും കയ്യിൽ മൊത്തം മണ്ണ്. അപ്പോൾ പിന്നെ കൈയൊക്കെ കഴുകി വീണ്ടും തുണിയൊക്കെ എടുത്ത് വെച്ച്. ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ ഇങ്ങനെ മൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് ഒന്ന് ആറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മഴ ചാറിയ പിന്നെ ഉള്ളതും കൂടി നനയേണ്ട വിചാരിച്ചൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഇതാ കാപ്പിത്തൈയൊക്കെ കൊട്ടയിലാക്കി വെക്കുകയാണ്. നല്ല മഴ സമയം ആയതുകൊണ്ടാന്ന് തോന്നുന്നു കാപ്പിത്തൈ പിടിക്കുമ്പോൾ ഒക്കെ ഭയങ്കര വഴുക്കലായിരുന്നു കേട്ടോ. നല്ല പശയുള്ള മണ്ണാന്ന് തോന്നുന്നു. കയ്യിൽ നിന്ന് വഴുതി പോകുന്നൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. 3 പേര് കാപ്പിത്തൈ നടാനും പിന്നെ കുറച്ച് പേര് വിറകൊക്കെ കൊണ്ടിടാനും ഒക്കെ ഉണ്ടായിരുന്നു. കാപ്പിത്തൈ നനവുള്ളതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരാളെയും കൂടി ഹെൽപ്പിന് വിളിച്ചതാണ്. അവർ വിറക് കൊണ്ടിടാൻ വന്നപ്പം വിളിച്ചതാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 2 കൂടി പൊന്തുന്നില്ലാന്ന് കണ്ടപ്പോൾ ഒരാളെയും കൂടി കൂട്ടി, അങ്ങനെ 3 അവരും കൂടി 4 പേരാണ് ഒരു കൊട്ട കാപ്പിത്തൈ പൊക്കാൻ. ഇത് മരം മുറിച്ചതിൻ്റെയൊക്കെ വേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ
ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് കൊണ്ടിട്ട് കേട്ടോ. അത് ഉണങ്ങാത്തതുകൊണ്ട് കത്തുന്നില്ല. അപ്പം എല്ലാം കൂടി അടുപ്പിൻ്റെ അടിയിൽ കൊണ്ടിട്ടാൽ ആ ചൂടിന് ഉണങ്ങുമല്ലോ. അങ്ങനെ അത് കൊണ്ടിടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനെടുത്ത് കത്തിക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ മറ്റേ വിറക് കത്തിക്കുന്നതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ചൂടുണ്ടാവും. പിന്നെ കുറച്ച് വിറക് കത്തിക്കാനുള്ളതും കൂടി കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ നല്ല ചൂട് കിട്ടും കേട്ടോ ഇതിൻ്റെ അടിയിൽ. ഇന്നും വീട്ടിൽ നിന്ന് എടുത്ത കുറച്ച് പാചകത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അവിടെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങക്കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ മാങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി 1 സ്പൂണാണ് കേട്ടോ എടുത്തത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി 1/2 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ 2 പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊരു കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തവി കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. എത്ര മാങ്ങയാണോ അതിനനുസരിച്ച് പാകത്തിന് നിരക്കെയാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു വെല്ലമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പുളിക്കനുസരിച്ചുള്ള വെല്ലമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് അരപ്പിനുള്ള തേങ്ങ വേണം. അതിന് ഒരു 1/4 മുറി തേങ്ങ, 2 പിഞ്ച് ജീരകം, 2 വെളുത്തുള്ളി ഇവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോഴേക്കും മാങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിലേക്ക് തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ 1/4 ടീസ്പൂൺ കടുക് ചേർത്തു. അതിലേക്ക് 4-5 ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്.